പരിശുദ്ധ സമയങ്ങളുടെ ബർക്കത്തുകൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ സർവ്വ തെറ്റുകളും പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നമുക്ക് പരിപൂർണമായി മാപ്പ് തന്ന് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ, മറ്റ് ദുനിയാവിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ശിഫയും സലാമത്തും തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾ, മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പരിശുദ്ധമായ സമയങ്ങളുടെ ബറക്കത്തുകൊണ്ട് അവരുടെ ഖബറുകൾ അല്ലാഹു വെളിച്ചമാക്കി സ്വർഗീയ സന്തോഷമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് നമ്മോട് വിട പറയുകയാണ്. ഇന്ന് റജബ് 30, നാളെ ശഅബാൻ 1 ഇതുവരെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പരിശുദ്ധമായ റമളാനിലേക്കുള്ള നമ്മുടെ യാത്ര അതിന് വല്ലാത്ത സ്പീഡാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അതിവേഗത്തിലാണ് നാം റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. റമളാനിലേക്കുള്ള യാത്ര എന്നല്ല, നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് തന്നെ വല്ലാത്ത സ്പീഡാണ്. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമാണ്. ഒരു യാത്രക്കാരനെ പോലെ ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ യാത്രക്ക് സ്പീഡ് കൂടുകയാണ്. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. റസൂൽ ചേർത്ത് പറഞ്ഞു, വഉദ്ദ നഫ്സക, നിന്റെ ശരീരത്തെ നീ എണ്ണിക്കൊള്ളണം, പരിഗണിച്ചു കൊള്ളണം. മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണിൻ്റെ ഉള്ളിൽ ഖബറിൽ പോയി കിടക്കേണ്ട തടിയാണ്, ശരീരമാണ് എൻ്റേത് എന്ന ബോധ്യത്തോട് വേണം ഈ ദുനിയാവിൽ ജീവിക്കാൻ. ഇത്തരം ചിന്തകളൊക്കെ ഇടക്കിടക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ട സമയമാണ്. അതൊരു വിശ്വാസിയുടെ പ്രത്യേകതയായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അതിവേഗത്തിലുള്ള ഈ ദുനിയാവിലെ യാത്രയിൽ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് റജബും ശഅബാനും റമളാനും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങളായി നമ്മുടെ മുന്നിലേക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനും എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയങ്ങളിൽ ധാരാളമായി ഇബാദത്ത് ചെയ്യുമായിരുന്നു. റസൂൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ ബന്ധപ്പെട്ടിരുന്ന സമയങ്ങളാണ്. ഏറ്റവും കൂടുതൽ റസൂൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്നത് ശഅബാൻ മാസത്തിലാണ്. ധാരാളമായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ. ഒരു സഹാബി കാരണം ചോദിച്ചു, റസൂൽ
ഒരു സഹാബി അള്ളാന്റെ റസൂലിനോട് കാരണം ചോദിച്ചു, എന്താണ് ഇത്രയധികം ശഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കാരണം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തത്, ആളുകൾ ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുള്ള സമയമായതുകൊണ്ടാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ. റജബ് എന്ന് പറഞ്ഞാൽ പവിത്ര മാസമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ മാസാണ്, ലൈലത്തുൽ ഖദറിന്റെ മാസാണ്. ഈ പവിത്ര മാസത്തിന്റെയും നോമ്പിന്റെ മാസത്തിന്റെയും ഇടയിലുള്ള ഈ ശഅബാൻ ആളുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ തള്ളിക്കളയാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, വഹുവ ശഅറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. വാർഷികാടിസ്ഥാനത്തിൽ നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. ഒരു വർഷം ചെയ്യുന്ന അമലുകൾ അത് വാർഷികാടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഇതേ ചോദ്യം ചോദിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്താണ് റസൂലെ ഇങ്ങനെ ശഅബാനിൽ ഇത്ര അധികം നോമ്പൊടിക്കാൻ എന്താണ് കാരണം? അള്ളാന്റെ റസൂല് മറുപടി കൊടുത്തത്, ആയിഷ, അള്ളാഹു ആയുസ് തീരുമാനിക്കുന്ന സമയമാണിത്. ശഅബാനിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തത്, അള്ളാഹു ആയുസ് തീരുമാനിക്കുന്ന സമയം. അടുത്ത വർഷത്തേക്ക് ആരെല്ലാമാണ് മരണപ്പെടുന്നത് എന്ന ലിസ്റ്റ് അള്ളാഹു പ്രസിദ്ധീകരിക്കുന്ന സമയം. ആ ലിസ്റ്റ് അള്ളാഹു മലക്കുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ റൂഹ് പിടിക്കപ്പെടണം, എന്റെ അജല് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിഷ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ആകെ മലക്കുൽ മൗത്ത് അനുവാദം ചോദിച്ചിട്ടുള്ളത് അള്ളാന്റെ റസൂലിനോട് മാത്രമാണല്ലോ. റൂഹ് പിടിച്ചോട്ടെ. ആകെ അനുവാദം ചോദിച്ചത് അള്ളാന്റെ റസൂലിനോടാണ്. ആ റസൂല് പോലും മരണത്തെ ഓർത്ത്, അതും ഈ സമയങ്ങളിൽ, വിശുദ്ധമായ ശഅബാൻ പോലുള്ള സമയങ്ങളിൽ ഞാനും മരിക്കും എന്നോർത്ത് ആ മരണം നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിബത്ത് സലാമത്തായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരൊക്കെയാണ് വരുന്ന വർഷങ്ങളിൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് എന്നുള്ള ലിസ്റ്റ് അള്ളാഹു പ്രസിദ്ധീകരിച്ച് മലക്കുകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയം. രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, സമയത്തിന് സ്പീഡ് കൂടുതലാണ്. രണ്ടാമത്തത്, മരണത്തിനും സ്പീഡ് കൂടുതലാണ്. സമയത്തിന് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ മരണത്തിനും സ്പീഡ് കൂടുതലാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, എത്രയോ ചെറുപ്പക്കാരാണ് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്, അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിക്കുകയാണ്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലൂടെ മരിക്കുകയാണ്. അത് കോവിഡ് വാക്സിന്റെ അനന്തരഫലം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഇത്തരം പെട്ടെന്നുള്ള മരണങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഇന്നലെ വാട്സപ്പിൽ മരണ അറിയിപ്പുകൾ വരുന്ന ഒരു ഗ്രൂപ്പ് ഞാൻ പരിശോധിച്ചു. അങ്ങനെ അവസാനം വന്നിട്ടുള്ള അറിയിപ്പ് മുതൽ ഇങ്ങനെ മുകളിലേക്ക് ഓരോന്നും നോക്കി ഒരു 12 പേരെ ഞാൻ പരിശോധിച്ചപ്പോ അതിൽ 9 പേരും 50 വയസ്സിൽ താഴെയുള്ളവരാണ്. 3 പേരാണ് 60-ന്റെയും 70-ന്റെയും മുകളിലുള്ളത്. 12 പേരിൽ 9 പേരും
50 വയസ്സിൽ താഴെയുള്ളവരാണ്. ബാക്കി 3 പേര് മാത്രമാണ് 50 കഴിഞ്ഞ, 60 കഴിഞ്ഞ, 70 കഴിഞ്ഞ ആളുകളുള്ളത്. ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിന്റെ തലേന്ന് മരിച്ചു ബൈക്ക് ആക്സിഡന്റിൽ. ഇന്ന് വിവാഹമാണെങ്കിൽ ഇന്നലെ രാത്രി ആക്സിഡന്റിൽ മരിച്ചു. വല്ലാത്ത മരണം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷ മുഹൂർത്തത്തിലേക്ക് കാലെടുത്തു വെക്കാൻ സ്വപ്നം കണ്ട് കാത്തിരിക്കെ തലേന്ന് മരണപ്പെടുകയാണ്. വേറൊരു ചെറുപ്പക്കാരൻ 31 വയസ്സുകാരനാണ്. ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് പേരുകൊടുത്ത് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 31 വയസ്സുകാരൻ. ഒരാരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. 6 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ ഉപ്പയാണ്. രാവിലെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ബൈക്കിൽ കയറിയിരുന്നു. ആ ബൈക്കോട് കൂടെ വീണു. ഹാർട്ട് അറ്റാക്കാണ്. 33 വയസ്സേ ഉള്ളൂ. 33 വയസ്സേ ഉള്ളൂ. ഈ നിലക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ സമയത്തിന് മാത്രല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ മരണത്തിനും സ്പീഡ് കൂടുതലാണ് ധാരാളമായി. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കിടയിൽ നമ്മളൊക്കെ ഈ അന്തരീക്ഷത്തിൽ ആണല്ലോ. ഇതെല്ലാം അറിഞ്ഞും കേട്ടുമല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞും കേട്ടും അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറണം. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക്. അവർക്ക് മാത്രമല്ല, മരണം നമുക്കുണ്ട്. ഈ ദുന്യാവ് സ്വർഗമാക്കി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ദുന്യാവിൽ സ്വർഗം പടുത്തുയർത്താൻ വേണ്ടി നമ്മൾ എത്ര നെട്ടോട്ടം ഓടിയാലും മുസ്ലിമിന് ഈ ദുന്യാവിൽ സ്വർഗം സൃഷ്ടിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂല് പറഞ്ഞേക്കുന്നതാണ്. ഒരിക്കലും ഈ ദുന്യാവിൽ സ്വർഗം പടുത്തുയർത്താൻ മുസ്ലിമിനെ സാധിക്കൂല. ഈ ദുന്യാവ് സ്വർഗമാക്കാൻ പറ്റുന്നത് വജന്നത്തുൽ കാഫിരി, അത് മുസ്ലിം അല്ലാത്ത ആളുകൾക്കാണ്. മുസ്ലിമിനോ സിജ്നുൽ മുഅ്മിൻ, മുഅ്മിനിന് ദുന്യാവ് എന്ന് പറഞ്ഞാൽ ജയിലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ എന്തൊക്കെ നേടിയാലും, ദുന്യാവിൽ എന്തൊക്കെ നമുക്ക് അവകാശപ്പെടാൻ പാകത്തിന് ദുന്യാവ് നാം വാരിക്കൂട്ടിയാലും, മറ്റൊരു വശത്ത് കൊട്ടക്കണക്കിന് സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതില്ലാത്തവരാരുമില്ല. എന്തൊക്കെ ദുന്യാവിലുണ്ടാകട്ടെ, മറ്റൊരു വശത്ത് സങ്കടങ്ങളുടെ കൂടാരത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന ഈ 100 കണക്കിന് ആളുകൾ, ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ ദുന്യാവ് സ്വർഗം എന്ന് അവകാശപ്പെടാൻ ആർക്കാണ് സാധിക്കുന്നത്? ഒരു പ്രശ്നമില്ല, ഞങ്ങളുടെ ജീവിതം സ്വർഗം എന്ന് ആർക്കും കഴിയില്ല. ഒന്നിരിക്കൽ കുടുംബത്തിൽ, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അതല്ലെങ്കിൽ കച്ചവടവുമായി, അല്ലെങ്കിൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയൽവക്കക്കാരിൽ നിന്ന്, അല്ലെങ്കിൽ ജീവിക്കുന്ന നാട്ടിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന്. ഫലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുനിയാവ് എങ്ങനെയാണ്? ഫലസ്തീനികളുടെ ദുനിയാവ് എങ്ങനെയാണ് നമുക്കറിയാലോ. അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾക്ക് സ്വർഗാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ രാജ്യം മുസ്ലിമീങ്ങൾക്ക് സ്വർഗാണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂലല്ലോ. വഖഫ് ഭേദഗതി ബില്ല് അത് സംയുക്ത പാർലമെന്റ് സമിതി അത് അംഗീകരിച്ചത് 1-2 ദിവസം മുമ്പാണ്. വഖഫ് ഭേദഗതി ബില്ല് അത് അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു. നമ്മളൊക്കെ ഇമെയിൽ അയച്ചതാണ് സംയുക്ത പാർലമെന്റ് സമിതിക്ക്, അത് നടപ്പാക്കരുത് എന്നും പറഞ്ഞ്. പക്ഷെ അത് പാസ്സാക്കരുതെന്നും പറഞ്ഞ് നമ്മളൊക്കെ അതിലുള്ള 40 ഭേദഗതികൾ അത് മുസ്ലിം ഉമ്മത്തിന്, സമുദായത്തിന് എതിരാണ് എന്ന് നമ്മൾ സമുദായം പറഞ്ഞു, നമ്മുടെ നേതാക്കൾ പറഞ്ഞു, നമ്മുടെ എംപിമാര് പറഞ്ഞു, ഇന്ത്യയുടെ പ്രതിപക്ഷം പറഞ്ഞു. 40 ഭേദഗതികൾ അത് നടപ്പാക്കരുത്, അത് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആ 40-ൽ ഒന്നുപോലും തിരുത്താതെയാണ് സംയുക്ത പാർലമെന്റ് സമിതി അത് പാസ്സാക്കിയിട്ടുള്ളത്. ദൂരവ്യാപകമായ പല പ്രശ്നങ്ങളുണ്ടാകും. ധാരാളം വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കപ്പെട്ടേക്കും, ഗവൺമെന്റ് കണ്ടുകെട്ടും, പല പള്ളികളും ചിലപ്പോൾ അടച്ചുപൂട്ടും. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് നേതൃത്വത്തിൽ മുസ്ലിം അല്ലാത്തവര് വരും. ഒക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിമീങ്ങൾക്ക് സ്വർഗം, ഒരു കുഴപ്പമില്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഇതുവരെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ മോശമായ സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എത്താനുള്ള സാധ്യതകൾ പലതും നമ്മൾ കാണുകയാണ്. അള്ളാഹു കാക്കട്ടെ.
പക്ഷേ ഇത് ദുന്യാവാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇത് ദുന്യാവാണ്. ഈ ദുന്യാവിൽ സ്വർഗം സൃഷ്ടിക്കാന്ന് വെച്ചാലൊന്നും ഒരു മുസ്ലിമിനെ കൊണ്ട് സാധിക്കൂല എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സമയത്തിന് സ്പീഡ് കൂടുന്ന ഈ കാലത്ത്, അതിലുപരി മരണത്തിനും സ്പീഡ് കൂടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധമായ റജബ്, ശഅബാൻ പോലുള്ള പവിത്രമായ സമയങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്, ആയുസ്സിലേക്ക് കടന്നു വരുമ്പോ അടുത്ത വർഷം ഇതിലെല്ലാം നമ്മിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് ഓരോറപ്പും പറയാൻ പറ്റാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ, ഇബാദത്തിൽ, നിസ്കാരങ്ങളിൽ, മറ്റു കാര്യങ്ങളിൽ പാളിച്ചകളില്ലാതെ, കുറവുകളില്ലാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. മുസ്ലിമിന്റെ വിജയവും അവിടെയാണ്. അതുകൊണ്ട് നാളെ, ഇന്ന് മഗ്രിബ് മുതൽ വിശുദ്ധമായ ശഅബാനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഒരു മാസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പോകും. ഒരു മാസം, 4 ആഴ്ച എന്നുള്ളത് വിശുദ്ധ റമളാനിലേക്കും എത്താൻ. റമളാനും അതിനേക്കാൾ സ്പീഡിൽ കടന്നു പോകും. ആയുസ് ഇങ്ങനെ കടന്നു പോകുമ്പോ മരണത്തിലേക്ക് കൂടുതൽ നാം അടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദുനിയാവിൽ, ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയണം, നമുക്ക് കഴിയണം. റബ്ബ് തആല തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.